സർ, അന്താരാഷ്ട്ര നാണയനിധി IMF $1 ബില്യൺ ആണ് പാകിസ്ഥാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യ അത് എതിർത്തിരുന്നു. പക്ഷേ അത് ഇന്ത്യ എതിർക്കാനുള്ള കാരണം എന്താണ്? ഇന്ത്യക്ക് അത് എന്തെങ്കിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ സാധ്യത വല്ലതും ഉണ്ടോ? അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. 1947 ആദ്യമായിട്ട് പാകിസ്ഥാൻ ഉണ്ടായിക്കഴിഞ്ഞ ഉടനെ ഭാരതമായി യുദ്ധത്തിന് തയ്യാറായി. കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി അറിയാമല്ലോ. ആ യുദ്ധ സാഹചര്യത്തിൽ തന്നെയാണ് ഒരു 50 കോടി രൂപ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ അതിൻ്റെ നമ്മുടെ ധാരണയുടെ ഭാഗമായിട്ട് 50 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കണം, വിഭജിക്കുമ്പോൾ അസറ്റ് വിഭജിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ആ പൈസ അന്നേരെ കൊടുക്കണമെന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി ഉപവാസത്തിന് പോയതാ. ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന രാജ്യത്തിന് വെടിയുണ്ട വാങ്ങിക്കാനും തോക്ക് വാങ്ങിക്കാനും പട്ടാളക്കാരുടെ ചെലവിനും നമ്മുടെ രാജ്യത്തെ കയറി ആക്രമിക്കുന്ന രാജ്യത്തിന് സഹായകരമായ രീതിയിൽ ആ സന്ദർഭത്തിൽ ആ പണം 50 കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് നിരാഹാരമിരിക്കാൻ തയ്യാറായ മഹാത്മാഗാന്ധിയുടെ രാജ്യമാണ് ഭാരതം. അന്ന് സർദാർ പട്ടേലിനെയും ജവഹർലാൽ നെഹ്റു ഒക്കെ പോലും അതിനെ എതിർത്തു. എങ്കിലും അങ്ങനെ ഒരു വ്യക്തി ജനിച്ച നാടാണ് ഭാരതം. ആ ഭാരതം എന്തുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാന് IMFൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സാമ്പത്തിക സഹായം ലഭിക്കാൻ പോകുന്നതിനെ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഭാരതം ശത്രുവിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. അതാണ് 47 ഭാരതവും 2025 ഭാരതവും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ വേറൊരു സന്ദർഭത്തിൽ കണ്ടു. കോവിഡിൻ്റെ കാലത്ത് പാകിസ്ഥാന് $1 ലക്ഷം കിട്ടാൻ സാധ്യതയുള്ള ഒരു സാമ്പത്തിക പാക്കേജുമായി IMFും വേൾഡ് ബാങ്കും ഒക്കെ ഇടപെട്ട് അതിന് തയ്യാറായി വന്നപ്പം ഭാരതം അതിനെ എതിർത്തതിനെതിരെ നമ്മുടെ ധനകാര്യമന്ത്രി കേരളത്തിലെ തോമസ് ഐസക് അന്ന് എതിർത്തതിനെ എതിർത്തു. നമ്മുടെ ഭാരതത്തിൻ്റെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അതിനെ എതിർത്തതിനെ തോമസ് ഐസക് എതിർത്തു. അന്ന് ഞാൻ എഴുതിയൊരു ആർട്ടിക്കിളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതായത് ഭാരതത്തിലെ കമ്മ്യൂണിസം ജനിതക മാറ്റം വന്ന അന്തകവിത്തിനകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ആളുകളുമുണ്ട്. ആ അന്ന് കിട്ടേണ്ട സാഹചര്യത്തെയും ഭാരതം എതിർത്തു. അതേതായാലും നടന്നില്ല. ആ പണം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് പോയില്ല. ഇപ്പം വരുമ്പം സ്വാഭാവികമായും അവർക്കിപ്പോൾ ഇത്രയും തുക കിട്ടുന്നതിൻ്റെ പേരിൽ ഭാരതത്തിൻ്റെ ഇന്നത്തെ യുദ്ധ സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ പ്രതിരോധത്തെ അത് ബാധിക്കുന്നതിൻ്റെ പേരിലല്ല അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. കാരണം ഈ നാട്ടുകാരുടെ മുഴുവൻ കടം ചോദിച്ച് എവിടെ ചെന്നാലും കടം വാങ്ങിക്കാൻ വരികയാണെന്ന് പറഞ്ഞ് സൗദി അറേബ്യ ആണെങ്കിൽ പോലും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളാണെങ്കിൽ പോലും ഇപ്പം ഖത്തറൊക്കെ തന്നെ UAE ഇവരൊക്കെ തന്നെ ഇവർ കണ്ടു കഴിഞ്ഞാൽ വഴിമാറിപ്പോകുന്ന സാഹചര്യം വന്നിരിക്കുക. കടം ചോദിക്കാനാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി തകർന്നിരിക്കുന്ന രാജ്യം ആ അവസ്ഥയെ പോലും കണക്കാക്കാതെ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പം ലഭിക്കുന്ന പണം നിരുത്തരവാദപരമായ രീതിയിൽ വീണ്ടും ഭീകരവാദത്തെ വളർത്താനും ലോകത്തെ നശിപ്പിക്കാനും ലോകത്തിൻ്റെ അന്തകനായി മാറുന്നതിനുള്ള അവസരം തേടാനും വേണ്ടി ആ പണം വഴിമാറ്റി ദുരുപയോഗം ചെയ്യും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ 300-350 രൂപ കിലോയ്ക്ക് വരെയായ അരി വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവൻ്റെ പ്രശ്നം പരിഹരിക്കാനല്ല, അവിടുത്തെ മിലിറ്ററി സൈനിക തലവന്മാരുടെ അതിൻ്റെ ഉപരിതലത്തിലുള്ള ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഞാനീ പറഞ്ഞ പോലെ ഇസ്ലാമിക ഭീകരവാദത്തിനും ഭാരതവിരുദ്ധ പരിശ്രമങ്ങൾക്കും അനുകൂലമായി പോകുമെന്ന് കരുതിയിട്ടാണ് ഭാരതം അതിനെ എതിർത്തത്. ഭാരതത്തിൻ്റെ എതിർത്തിനെ അവഗണിച്ചുകൊണ്ട് IMF കൊടുക്കാൻ തയ്യാറായിരിക്കും. അവിടെ ഒരു ചോദ്യം വരുന്നു. ഇപ്പം US ആണെങ്കിലും UK ആണെങ്കിലും അവരുടെ ഒരു ഷെയറിൻ്റെ ഒരു ഭാഗം IMFൽ വിനിയോഗിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യുദ്ധസന്നാഹവുമായി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ
IMF ഈ പാകിസ്ഥാന് കൊടുത്ത ഈ ഒരു തുക ഇപ്പൊ ഇന്ത്യ ഇതിൽ നിന്ന് ഈ ഒരു വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് നമ്മളൊന്ന് ഗൗനിക്കേണ്ടിയിരിക്കുന്നില്ലേ? അവിടെ നമ്മൾ അത്രയ്ക്ക് നിസ്സാരമല്ല ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിലെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യത്തിൽ. ഭാരതത്തിൻ്റെ ഈ ഒരു എതിർപ്പിനെ മാത്രം കണക്കാക്കി, അത് യുദ്ധകാല പരിസ്ഥിതിയുള്ള എതിർപ്പിനെ മാത്രം കണക്കാക്കി ലോകരാജ്യങ്ങൾ തിരിച്ചൊരു തീരുമാനം എടുക്കണമെന്നില്ല. കാരണം അവർക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻസാണ് ഒന്ന്, രണ്ട് സാമ്പത്തിക താല്പര്യമുണ്ട്. ആദ്യം ഞാൻ സാമ്പത്തിക താല്പര്യത്തിലേക്ക് വരാം. ഇവിടുത്തെ ABC-യുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് പണം തിരിച്ചു കിട്ടേണ്ട കുറേ രാജ്യങ്ങളുണ്ട്. അതായത് ഇപ്പം എനിക്കൊരാൾ കുറച്ച് പൈസ തരണമെന്ന് വിചാരിച്ചു, വേറൊരാൾ അയാൾക്ക് പണം കടം കൊടുത്താൽ എനിക്ക് ആ പണം അയാളിപ്പോൾ KSFE പോയി ലോണിന് അപേക്ഷിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അവരെന്നോട് യാദൃച്ഛികമായിട്ട് ചോദിക്കുകയാണ് ഇയാൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുഴപ്പമില്ല, കാരണം വേറൊന്നുമല്ല, ആ കടം അവിടുന്ന് കിട്ടിയാലേ ഞാൻ കൊടുത്ത കാശ് അയാൾ തിരിച്ചു തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദോഷം വരാത്ത രീതിയിൽ ഞാൻ അയാളെ സഹായിച്ചെന്നു എന്ന് പറഞ്ഞ പോലെ കൃത്യമായി പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, പാകിസ്ഥാനിൽ പണം കൊടുത്തിട്ടുള്ള, ഇപ്പോൾ സൗദി പോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് നല്ലപോലെ പണം കൊടുത്തിട്ടുണ്ട്. പാക് ബാങ്കിലേക്ക് ഡോളർ ഇട്ടിട്ട് ഇതെടുക്കരുത് കേട്ടോ, ഇത്രയും കാശ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ കിടന്നാൽ മതി, എടുക്കരുതെന്നൊരു കണ്ടീഷൻ പറഞ്ഞ് സൗദി പൈസ കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല മറ്റു രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്കയാണെങ്കിലും ചൈനയാണെങ്കിലും എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാന് പലതരത്തിൽ അവരുമായിട്ട് ട്രേഡുണ്ട്, അഡ്വാൻസ് ചെയ്ത ഫണ്ടുണ്ട്. പിന്നെ വേറെ ഒന്ന്, യുദ്ധത്തിൽ തകർന്നു കഴിഞ്ഞാൽ യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഈ പണവും കൊണ്ട് പാകിസ്ഥാൻ അങ്ങോട്ട് തന്നെയല്ലോ എന്നറിയാം. എസ്പെഷ്യലി അമേരിക്കയിലെ സംവിധാനം, അമേരിക്ക ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ പ്രതിരോധ ഉപകരണ ഉൽപ്പാദകരാണ്, അവരാണ് തീരുമാനിക്കുന്നത്. അവരാണ് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് പ്രധാന ഘടകം അവരാണ്. അപ്പോൾ ഉക്രൈന് സഹായം ചെയ്താലും പാകിസ്ഥാന് സഹായം ചെയ്താലും ആ കൊടുക്കുന്ന പണത്തിൻ്റെ 75%, പ്രത്യേകിച്ചും ട്രംപ് വരുന്നതിന് മുമ്പ് അതായിരുന്ന അവസ്ഥ, തിരിച്ച് അവിടുത്തെ ആംസ് മാനുഫാക്ചറേഴ്സിന്, യുദ്ധോപകരണ നിർമ്മാതാക്കൾക്ക് തിരിച്ചു ചെല്ലുന്ന സംവിധാനമുള്ളത്. അപ്പോൾ സ്വാഭാവികമായും IMF-ൻ്റെ ഈ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന പണത്തിൻ്റെ നല്ലൊരംശം തിരിച്ച് അവർക്ക് കിട്ടുമെന്നുള്ള അവരുടെ ദേശപരമായ രാഷ്ട്രത്തിൻ്റെ സ്വാർത്ഥതയായിരിക്കും ഒരു പക്ഷേ. അതൊരു ഘടകമുണ്ട്, അത് നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു താല്പര്യം വെച്ച് പല അടുത്ത കാലത്തൊരു ആർട്ടിക്കിൾ വായിച്ചാൽ പാകിസ്ഥാൻ തകരാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക, സൗദി, റഷ്യ, അതുപോലെ ചൈന. കാരണം ഇവർക്കൊക്കെ അവിടെ നിന്ന് തിരിച്ച് ഇവർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒരുപക്ഷെ കിട്ടാക്കടം എന്ന് പറയുന്ന പോലെ ആയിപ്പോകും പല കാര്യങ്ങളും. കിട്ടാക്കടം മാത്രമല്ല, ലഭിക്കാനുള്ളതുകൊണ്ട് അവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് അതൊക്കെ എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് വിചാരിക്കാം, ഈ അടുത്ത സമയത്ത് ഭാരതത്തിൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഭാരതത്തിന് ഇപ്പം കൊടുത്ത ഡിവിഡൻഡ് എത്രയെന്ന് കണ്ടോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3.5 ട്രില്യനാണ്. അത് ഭാരതം ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന പൈസയല്ല. ഭാരതത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എല്ലാ അർത്ഥത്തിലും മുമ്പെല്ലാത്തെക്കാട്ടിലും വളരെ ഭദ്രമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ GDP-യുടെ വളർച്ച, ലോകരാഷ്ട്രങ്ങളിലെയൊക്കെ താരതമ്യം ചെയ്യുമ്പോഴുള്ള വളർച്ച, ലോകരാഷ്ട്രങ്ങളിൽ സാമ്പത്തികമായി 4ാമത്തെ ശക്തിയാകുന്നു. ഇതെല്ലാം ഉള്ളപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പോലെ പണം കിട്ടിയാലും അതൊന്നും നമ്മുടെ പ്രതിരോധ സംവിധാനത്തെയോ യുദ്ധകാല പരിതസ്ഥിതിയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതേ ആയിരിക്കില്ല. പാകിസ്ഥാന് ഇപ്പം നിലവിൽ പറയാൻ ആണവായുധം ഉപയോഗിക്കും എന്നുള്ള തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ അങ്ങനെയൊക്കെ തരത്തിൽ ഇപ്പൊ യുദ്ധ സാമഗ്രികൾ ഇവർ ഈ ഒരു കിട്ടിയ പണം ദുരുപയോഗപ്പെടുത്തി അത്തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങിക്കുകയും ആണവായുധം ഉപയോഗിക്കുകയും ചെയ്ത ഒരു പക്ഷേ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ കുറച്ചുകൂടി സന്നാഹങ്ങൾ കൂട്ടേണ്ടതായിട്ടുള്ളതില്ലേ? കുറച്ചുകൂടി ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നടക്കേണ്ടതായിട്ടില്ലേ? ഇന്ത്യക്ക് ഞാനൊരു കാര്യം പറയാം, ഇത്രയും പണം കൊടുത്തു കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ ഒരു ആണവായുധം ഇങ്ങോട്ടേക്ക് പ്രയോഗിച്ചോട്ടെ എന്ന് ഈ കൊടുക്കാൻ തയ്യാറായ IMF രാജ്യങ്ങളോ തയ്യാറാവും. കാരണം ഇങ്ങോട്ട് ആണവായുധം ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ
അതിൻ്റെ 10 ഇരട്ടി പ്രഹരശേഷിയുള്ളത് തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ ഭാരതത്തിന് കഴിവുണ്ടെന്ന്. അത് ഭാരതം ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കാണില്ല. അങ്ങനെ പാകിസ്ഥാൻ ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ IMF കൊടുത്ത കാശ് എവിടെ നിന്ന് കിട്ടും? ആലോചിച്ച് നോക്കണ്ടേ നമ്മൾ? IMF അല്ല ആരായാലും. പാകിസ്ഥാനിൽ തന്നെ ആഭ്യന്തര കലാപങ്ങളുണ്ട്. ഇവരുടെ ഇടയിൽ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെ തന്നെ അവരുടെ ഇടയിൽ തന്നെ സ്വരച്ചേർച്ചകളുണ്ട്. അത് പലപ്പോഴും മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവർ തന്നെ പറയുന്നത്, ഷഹബാസിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് UK യിലും USA യിലൊക്കെ വീടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി രക്ഷപ്പെടാം, പക്ഷെ ഞങ്ങളെപ്പോലുള്ള സാധാരണ ആളുകൾ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ഉയർന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇവർക്ക് മുന്നും പിന്നും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ വളർത്തണം, അല്ലെങ്കിൽ ആ രാജ്യത്തെ വളർത്തണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരല്ല, തീവ്രവാദത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളവരാണ്. അത്തരത്തിലുള്ളവർക്ക് മുന്നും പിന്നും നോക്കേണ്ടതായിട്ടുണ്ടോ? രഞ്ജിനി പറഞ്ഞതിനകത്ത് 2 ചോദ്യങ്ങളുണ്ട്. 2 ചോദ്യങ്ങൾക്ക് ഉത്തരവും ഞാൻ സൂചിപ്പിക്കാം, എൻ്റെ അറിവിൽ സൂചിപ്പിക്കാം. ഒന്നാമത്തേത്, അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ IMF നിന്ന് കിട്ടുന്ന പണമാണെങ്കിലും എവിടെ നിന്ന് കിട്ടുന്ന പണമാണെങ്കിലും പാകിസ്ഥാനിലെ സൈനിക ഉന്നത ഉദ്യോഗസ്ഥർ അതിൽ നല്ലൊരു ശതമാനം അത് പലതരത്തിൽ അവരുടെ കൈകളിലേക്ക് പോകും. ഈ ആയുധ കച്ചവടത്തിൻ്റെ കമ്മീഷനായിട്ടും പലതരത്തിലും പോകും. ഇതെല്ലാം അവർ ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ UK യിലും മറ്റുമൊക്കെയാണ് അവരെ പണം നിക്ഷേപിക്കുന്നത്. ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ അങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ വന്ന പണവും അങ്ങോട്ട് തന്നെ തിരിച്ചു ചെല്ലും. അതൊരു ഘടകം. രണ്ടാമത്, ആണവായുധം ഉപയോഗിക്കുമെന്നുള്ള ചോദ്യം ഉത്തരവ് അവിടെ തന്നെയുണ്ട്. നമ്മൾ ഇന്ത്യയിലെ സൈനിക ഉദ്യോഗസ്ഥന്മാരെ പോലൊന്നുമല്ല അവർ. ഇന്ത്യയിലെ മന്ത്രിമാരെ പോലും ഏറ്റവും അഴിമതിക്കാരൻ നമ്മൾ കണക്കാക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഇപ്പം രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, ശരത് പവാർ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്, ലല്ലു പ്രസാദ് യാദവ്, ഇവർക്കൊക്കെ ഉള്ളതിൻ്റെ 10 ഇരട്ടി ആസ്തിയാണ് അവിടുത്തെ പല സൈനിക മേധാവികൾക്കുള്ളത്. അവർ ജീവിതം ആഘോഷിക്കുകയാണ്. അങ്ങനെ ആഘോഷിക്കുന്നവർ ഒരു ന്യൂക്ലിയർ ആക്രമണത്തിന് തയ്യാറായി. ഞാൻ ആദ്യം പറഞ്ഞ് തിരിച്ച് അങ്ങോട്ടും ഇത് വരുമല്ലോ. അങ്ങനെ സ്വയം തകരാൻ തയ്യാറാകുകയില്ല എന്നുള്ളതാണ് നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു വസ്തുത. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ആ നൂർ ഖാൻ എയർപോർട്ടിൽ അല്ലെങ്കിൽ അവരുടെ ആ വായുസേനയുടെ ആ പ്രധാനപ്പെട്ട അസറ്റ് സമ്പത്തിനെ ഏതാണ്ട് ന്യൂട്രലൈസ് ചെയ്തു, ഇല്ലാതാക്കിയെന്ന് പറയുമ്പം അവരുടെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ റിയാക്ടറിനൊക്കെ വളരെ അടുത്തേക്ക് ഭാരതം ലക്ഷ്യം വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് അവരെ അങ്ങനെ ഒരു അതിസാഹസത്തിന് മുതിരില്ലെന്നും ഒരുപക്ഷെ സാഹസത്തിന് മുതിരാതിരിക്കുന്നതിനുള്ള ഒരു കയറിട്ട് പിടുത്തമാണോ IMFൻ്റെ ഈ ലോൺ സാങ്ഷൻ്റെ പിന്നിലുള്ളതെന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാം. ലോകരാജ്യങ്ങൾക്ക് ഇവരുടെ മേലുള്ള നിയന്ത്രണം ഉറപ്പാക്കാൻ വേണ്ടി അവർ ഒരുപക്ഷെ ഈ ലോണൊക്കെ കൊടുത്ത് അവരെ ഒന്ന് പിടിച്ചു നിർത്തുന്നതാവാം. ഇനി ഇത് രണ്ടുമല്ല, നിയന്ത്രണം വിട്ട് അവരൊരു പ്രഹരത്തിന് തയ്യാറാവുകയാണെങ്കിൽ, ആണവായുധ പ്രഹരത്തിന് തയ്യാറാവുകയാണെങ്കിൽ, ഒരുപക്ഷെ ആ പ്രഹരത്തിന് കൈ ഉയർത്തുന്നതിന് മുമ്പ് ആ കയ്യും തലയും പ്രഹരശേഷിയും ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്ന് ഇന്നത്തെ ഭാരതത്തിൽ ഉറപ്പായി കിടന്നുറങ്ങുന്നതിന് നമുക്കെല്ലാം സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.